ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീത ജോയ് ഫാമിലി വ്ളോഗ്സ്. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ ഒരടിപൊളി മുട്ട കൊണ്ടുള്ള ഒരു വിഭവം നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങ, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരല്പം ജീരകം, ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായി കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് ഒറ്റയടി അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചമ്മന്തിക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിനൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അടുത്ത് നമുക്ക് നമ്മുടെ മുട്ടയുണ്ടല്ലോ, 3 മുട്ടയാണ് എടുത്തേക്കണേ. 3 മുട്ട നമുക്കൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ്. നമ്മൾ പലതരത്തിൽ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഉള്ളിയൊന്നും ചേർക്കാത്ത തേങ്ങ ചേർത്തിട്ടുള്ളൊരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു മുട്ടത്തോരനാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിലിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കണം നമ്മുടെ തേങ്ങയുണ്ടല്ലോ, തേങ്ങയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മളെ തേങ്ങ മൊത്തവും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാവേ. എല്ലാം ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയേക്കണം കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കിടു ടേസ്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പൊരിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. നമ്മളിത് വറവായിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ആഡാക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. എല്ലാം കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ആ സമയം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ മുട്ടയും നമ്മുടെ തേങ്ങ അരപ്പൂടെ ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് ചൂടോടുകൂടി നമ്മൾ കഴിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കട്ടെ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കിടക്കാച്ചി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്, ഫീൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഈ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചിലർക്കൊക്കെ ഇച്ചിരി ഒരു കൂടി നിൽക്കണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കുരുമുളക് ഉണ്ടല്ലോ, പൊടിച്ച് വെച്ചേക്കണം നമ്മുടെ കുരുമുളക് നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് ചിക്കി അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് പോലെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി ചിക്കി മിക്സ് ചെയ്തെടുക്കുമ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുപോലെ ഫീൽ ആവും കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഈ മുട്ടയുടെയും തേങ്ങയുടെയൊക്കെ ഒരു പച്ചച്ചവ ഉണ്ടല്ലോ, പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് തീ ഓഫാക്കാം കേട്ടോ. കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് എടുക്കും തോറും ക്വാണ്ടിറ്റി കൂടി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ 3 മുട്ടയൊക്കെ എടുത്ത ഒരു 4 പേർക്കൊക്കെ മതിയാവും കേട്ടോ. 3 മുട്ട വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ ഞാൻ ചേട്ടൻ 2 പിള്ളേർക്കും ഒരു സമയത്തേക്ക് ഇത്രയും മതിയാവും കേട്ടോ. അപ്പം നമുക്കിത് ചൂടോടുകൂടെ തന്നെ നമ്മൾ ചോറും ഈ ഒരൊറ്റ മുട്ട വറവ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. വേറെ ഒന്നുമില്ലെങ്കിൽ തന്നെ ഇത് മാത്രം വെച്ച് നമുക്ക് സൂപ്പറായിട്ട് ചോറ് കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചങ്കുമുത്തുമണികൾക്കും ഒത്തിരി സ്നേഹം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇത് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു സെർവിങ് ബോട്ടിലോട്ട് മാറ്റാം. ഓക്കേ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്ക് മുത്തുമണികൾക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.